ഇറാനുമായും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളുമായും ഒരു ഔദ്യോഗിക ചർച്ചയിലേക്ക് കടക്കാനാണ് റഷ്യ തയ്യാറെടുക്കുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, റഷ്യ ഉക്രൈൻ പോരാട്ടത്തിൽ ഇപ്പോൾ റഷ്യക്ക് സഹായം നൽകുന്നത് ഇറാനാണ്. ഇറാൻ്റെ ആഭ്യന്തര ഡ്രോണുകൾ, അതും ഷഹീദ് ഡ്രോണുകൾ ഏറെ വ്യാപകമായി തന്നെ റഷ്യ ഉക്രൈനിലേക്ക് പ്രയോഗിക്കുകയാണ്. ഉക്രൈനിലേക്ക് അത് തൊടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉക്രൈന് സംഭവിക്കുന്നു. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ വലിയ തോതിലുള്ള ആയുധ സപ്ലൈ നാറ്റോയും യൂറോപ്യൻ യൂണിയനും അമേരിക്കയും നൽകിക്കൊണ്ടേയിരുന്നാൽ മാത്രമേ മതിയാവുകയുള്ളൂ. നമുക്കറിയാം, ഇറാൻ ഈ രീതിയിൽ റഷ്യയ്ക്കൊരു പൊടുന്നനെയൊരു സഹായം കൊടുക്കും എന്ന് ഉക്രൈൻ പ്രതീക്ഷിച്ചില്ല. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പോരാട്ടത്തിൽ ഈ നാൾ വഴികളിലൊക്കെ ഏറ്റവും കൂടുതൽ സൈനിക സഹായം ഉക്രൈന് നൽകിയത് US-ഉം യൂറോപ്യൻ യൂണിയനും ചേർന്ന് തന്നെയാണ്. ഉക്രൈൻ്റെ നേതാവായിട്ടുള്ള വ്ളോഡിമർ സെലൻസ്കി, പ്രസിഡൻ്റായിട്ടുള്ള സെലൻസ്കിയെ അവിടെ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്നതും അദ്ദേഹത്തെ മാറ്റാതെ അദ്ദേഹത്തിനെ തന്നെ തുടരാൻ അനുവദിക്കുന്നതും അമേരിക്കയുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ തന്നെയാണ്. ഉക്രൈനിൽ വാസ്തവത്തിൽ ഭരണമാറ്റത്തിന് വേണ്ടി പല രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കീവിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത്, റഷ്യ ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ, അതായത് ഉക്രൈന് മേൽ വീണ്ടും വീണ്ടും പ്രഹരം കൊടുക്കുമ്പോൾ ഉക്രൈന് ചെറിയ തോതിലുള്ള സാമ്പത്തിക ശേഷി കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. റഷ്യ ആ രീതിയിൽ ഇടപെടണമെങ്കിൽ, നേരിടണമെങ്കിൽ ഉക്രൈന് ചെറിയ പിന്തുണ പോരാ. വീണ്ടും സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തിയേ തീരുകയുള്ളൂ. റഷ്യ അനക്സ് ചെയ്യാനുള്ള ശ്രമമാണ്, പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ്. റഷ്യൻ ഫെഡറേഷനിലേക്ക്, അവരുടെ ടെറിട്ടറിയിലേക്ക് കൂടുതൽ ഭാഗങ്ങൾ ചേർക്കുക. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത്, തൻ്റെ ഭരണ കാലാവധി അല്ലാത്ത സമയത്തൊക്കെ റഷ്യ ഇൻവേഡ് ചെയ്തിട്ടുണ്ട്. ഇൻവേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലല്ല. ക്രീമിയ അതുപോലുള്ള മേഖലകൾ പിടിച്ചെടുത്തുകൊണ്ട് അവരുടെ കരുത്ത് എപ്പോഴും എല്ലാ കാലത്തും തെളിയിച്ചിട്ടുണ്ടെന്നും തന്നെപ്പോലൊരു ശക്തനായ ഭരണാധികാരി വന്നതുകൊണ്ട് മാത്രമാണ് റഷ്യയുടെ ഒരു രീതിയിലുള്ള പരിപാടികളും നടക്കാത്തത്, റഷ്യയ്ക്കിപ്പോൾ ആശങ്കയുണ്ട് എന്നൊക്കെ പറയുന്നു. ഇവിടെ റഷ്യ കൂടുതൽ കരുത്ത് പകരാനുള്ള, അല്ലെങ്കിൽ ഇറാനുമായുള്ള ഒരു സിംബയോസിസ്, ഒരു പരസ്പര സഹകരണം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇറാനെയും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെയും ഔദ്യോഗികമായി ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ഫലസ്തീൻ വിഷയത്തിൽ ഞങ്ങൾ നേരിട്ട് സഹായം നൽകും. ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങളെ, ആണവ കേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഫലസ്തീന് സംരക്ഷണം ഒരുക്കാനും ഒരുപക്ഷെ റഷ്യ മുതിരുമോ എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമാകുന്നത്. റഷ്യ അങ്ങനെ മുതിർന്നാൽ പോലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ലോകം പല ചേരികളിലേക്ക് മാറുമ്പോൾ റഷ്യയും ഇറാനും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളുമൊക്കെ ഒരൊറ്റ ഗ്രൂപ്പിലേക്ക് മാറാനുള്ള സാധ്യതകളും ഇവിടെ തെളിഞ്ഞു കാണുന്നുണ്ട്.